സീറ്റ് വിഭജനം യു.ഡി.എഫിൽ കീറാമുട്ടിയാകുന്നു. കൊല്ലത്ത് ഘടകകക്ഷികളിൽ ആർ.എസ്.പിക്ക് മാത്രമേ സീറ്റ് നൽകൂ എന്ന് ഡി.സി.സി പ്രസിഡന്റ്. 11 മണ്ഡലങ്ങളിൽ 3 സീറ്റ് ആർ.എസ്.പിക്കും 8 സീറ്റ് കോൺഗ്രസിനുമാണെന്ന് ഡി.സി.സി പ്രസിഡന്റ് എഴുകോൺ സത്യശീലൻ വ്യക്തമാക്കി. കൊല്ലത്തെ പാർട്ടിയെ സംബന്ധിച്ചോളം അവിടെ യു.ഡി.എഫിൽപ്പെട്ട 3 കക്ഷികൾ ആർ.എസ്.പിക്ക് 3 സീറ്റ്, ചവറ, ഇരുവീരം, കുന്നത്തൂർ അവരുടെ കയ്യിലിരിക്കുന്ന 3 സീറ്റ് അത് അവർക്ക് തന്നെ യുക്തമായി ഉപയോഗിക്കാമെന്നുള്ള കാഴ്ചപ്പാടാണ് നമ്മുടെ പാർട്ടിക്കും കൊല്ലം ജില്ലാ യു.ഡി.എഫിനും ഉള്ളത്. അപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അക്കാര്യത്തിൽ വളരെ വ്യക്തമായി അതിൽ തർക്കമുണ്ടാക്കേണ്ട എന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കി 8 സീറ്റാണ് അവശേഷിക്കുന്നത്. ഈ 8 സീറ്റ് കോൺഗ്രസിന് തന്നെ നിലനിർത്താനും അത് ജില്ലയിൽപ്പെട്ട സ്ഥാനാർത്ഥികളെ കൊണ്ട് തന്നെ മത്സരിപ്പിക്കാനും കഴിയണം എന്ന കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി രാജ്കുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. രാജ്കുമാർ, നേരത്തെ ഇന്ന് തന്നെ രാജ്കുമാർ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് മുസ്ലിം ലീഗിൻ്റെ ആവശ്യം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുള്ള അവരുടെ നിലപാട് പുറത്തെത്തിയിരിക്കുന്നു. ചവറ ഷിബു ബേബി ജോൺ, ഇരവിപുരം എ അസീസ്, കുന്നത്തൂർ കോവൂർ കുഞ്ഞുമോൻ, ഈ 3 സീറ്റുകളും, കോവൂർ കുഞ്ഞുമോൻ ഒരുപക്ഷെ പോയി എങ്കിൽ പോലും ഈ 3 സീറ്റുകളും ആർ.എസ്.പിക്ക് തന്നെ നൽകൂ എന്ന് കോൺഗ്രസ് അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്ന് രാവിലെ നമ്മുടെ വാർത്തയിൽ തന്നെ കൃത്യമായി നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, അതാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗിനെ കാലുവാരിയതിന് പിന്നിൽ ഇങ്ങനെ ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ലീഗ് ദുർബലമാണ്, തെക്കൻ കേരളത്തിൽ ലീഗ് ഇല്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് ആ സീറ്റ് കൂടി യു.ഡി.എഫ്, അതായത് പ്രത്യേകിച്ച് കോൺഗ്രസ് അത് കവർന്നെടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ യു.ഡി.എഫിലേക്ക് വന്ന ആർ.എസ്.പി, ജില്ലയിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ പാർട്ടി ആർ.എസ്.പി എന്ന ഒരു നിലപാടിലാണ് കോൺഗ്രസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് തന്നെയാണ് ഡി.സി.സി പ്രസിഡന്റ് എഴുകോൺ സത്യശീലന്റെ ഈ വാക്കുകളിൽ നിന്ന് പ്രകടമാകുന്നത്. ജില്ലയിലെ ഘടകകക്ഷികൾ എന്ന നിലയിൽ ആദ്യകാലം ആർ.എസ്.പി വരുന്നതിന് മുമ്പ് രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷി ലീഗായിട്ടും മൂന്നാമത്തെ ഏറ്റവും വലിയ കക്ഷി ഇതിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, ഇങ്ങനെയാണ് വച്ചിരുന്നത്. എന്നാൽ ഇപ്പൊ ഇത് മുഴുവനും മാറ്റിക്കൊണ്ട് ജില്ലയിൽ ഘടകകക്ഷികളെ ഇല്ല, ആർ.എസ്.പി മാത്രമാണ് ഏക ഘടകകക്ഷി എന്ന നിലയിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നു. കൊല്ലം ഡി.സി.സി പ്രസിഡന്റ് എഴുകോൺ സത്യശീലന്റെ വാക്കുകൾ നമുക്ക് നിസ്സാരമായി തള്ളാനേ കഴിയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് റിസൾട്ട് വന്നതിന് ശേഷവും അദ്ദേഹം തീർച്ചയായും യൂനുസ് കുഞ്ഞു കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്, ലീഗ് നേതാവ്. രാജ്കുമാർ, ദയവായി തുടരുക. ശ്രീ യൂനുസ് കുഞ്ഞു, താങ്കൾക്ക് കേൾക്കാമോ? അതായത് ഇപ്പോൾ രാവിലെ ഇത്തരത്തിലൊരു അഭിപ്രായം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി മുമ്പോട്ട് വെച്ച അഭിപ്രായത്തെ തള്ളിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വം കൃത്യമാക്കിയിരിക്കുന്നു നിലപാട്. 11 സീറ്റിൽ 3 സീറ്റ് കുന്നത്തൂർ, ചവറ, ഇരവിപുരം, ഇത് ആർ.എസ്.പിക്ക് തന്നെ ഉള്ളൂ, വേറെ ആരും മോഹിക്കണ്ട. അതെ, ഒരു കാരണമുള്ളത് ഈ സീറ്റ് ഡി.സി.സികളല്ല സീറ്റ് അലോട്ട്മെന്റ് ചെയ്തത്. പക്ഷേ ആ നിലപാട് സ്വീകരിക്കുമല്ലോ കെ.പി.സി.സി. അല്ല, കെ.പി.സി.സി മാത്രമല്ല, യു.ഡി.എഫിന്റെ സ്റ്റേറ്റ് നേതാക്കന്മാർ, അതായത് ലീഗിന്റെ ശക്തരായ നേതാക്കന്മാരുണ്ട്, യു.ഡി.എഫിന്റെ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. ഈ ഇവിടെ ഇപ്പോൾ ഈ ആർ.എസ്.പി 2ാം സ്ഥാനത്താണ് എന്ന് പറയുന്നത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആർ.എസ്.പി 1 സീറ്റിൽ മാത്രം ഇവിടെ മത്സരിച്ച് ജയിച്ചിരുന്നു. അന്ന് കോൺഗ്രസ് 8 സീറ്റ് മത്സരിച്ച് ജയിച്ചില്ല, 8-ല്. അതിന്റെ അങ്ങേ തെരഞ്ഞെടുപ്പിൽ 8 സീറ്റ് മത്സരിച്ച് ജയിച്ചില്ല. ലീഗ് ഇവിടെ മത്സരിച്ചിരുന്നു, പക്ഷെ ലീഗ് തോറ്റിരുന്നു. ഇതൊക്കെ തന്നെ കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള ഈ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ്. അതിന് മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ഇന്ന് ഈ വാർത്ത പീപ്പിൾ ടി.വി പുറത്തുവിട്ടതിന് ശേഷം തീർച്ചയായും ശ്രീ കുഞ്ഞാലിക്കുട്ടി തന്നെ ഇതിനോട് പ്രതികരിച്ചു. ഇത് യു.ഡി.എഫിൽ ഉന്നയിക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞെടുത്ത് താങ്കൾ എന്തിനു മടിക്കണം? കൊല്ലത്തെ സംബന്ധിച്ചുള്ള ലീഗിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് താങ്കൾക്ക് പറയാമല്ലോ, അത് പറയൂ. അല്ല, ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല. ഇരുവരും സീറ്റ് കൊല്ലത്ത് സീറ്റ് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് കാലങ്ങളായി. ഇപ്പൊ അതിനെ സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കേണ്ടത് സ്റ്റേറ്റ് മുസ്ലിം ലീഗിന്റെ നേതൃത്വം, യു.ഡി.എഫിന്റെ നേതൃത്വമാണ്. എനിക്കതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഡി.സി.സി പ്രസിഡന്റ് പറയുന്നതിനോട് എനിക്ക് പ്രതികരിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ 2 ടേണിൽ 1 സീറ്റ് പോലും ജയിപ്പിക്കാൻ കഴിയാത്ത ഡി.സി.സി പ്രസിഡന്റാണ് ഈ കാര്യം പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്ന വാക്കിനെന്താണ് അർത്ഥം? അതാണ്, അതായത് ഇരവിപുരവും ചവറയും കുന്നത്തൂരും, ഷിബു ബേബി ജോൺ, കോവൂർ കുഞ്ഞുമോൻ, എ അസീസ്, ഇവര് 3 നിന്നെടുത്ത് അവർക്ക് തന്നെ സീറ്റ് കൊടുക്കൂ. അത് അവർക്ക് തന്നെ കൊടുത്തോട്ടെ, ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. സ്റ്റേറ്റ് നേതൃത്വം പറയണം, ഡി.സി.സിക്ക് പറയേണ്ട കാര്യമില്ല.
അല്ല, പകരം ഇരവിപുരത്തിന് പകരം നിങ്ങൾക്ക് ചടയമംഗലമായിരിക്കും ഒരു പക്ഷേ അല്ല, അത് ഞങ്ങൾ പറയുന്നില്ല, അത് സ്റ്റേറ്റ് നേതൃത്വം തീരുമാനിക്കട്ടെ. ഇരവിപുരം വേണോ വേറെ എവിടെയെങ്കിലും എടുക്കണോ എന്നുള്ള സ്റ്റേറ്റ് നേതൃത്വം തീരുമാനിക്കട്ടെ. തീർച്ചയായും ജില്ലാ കമ്മിറ്റി ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മുമ്പോട്ട് 2 പ്രാവശ്യം 2 മത്സരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴ് കോൺഗ്രസിന് സിറ്റിംഗ് MLA-മാരില്ല കൊല്ലം ജില്ലയിൽ. ഒരു ഇല്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങൾക്കുമില്ല. 2 സീറ്റ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അത് സ്റ്റേറ്റ് നേതൃത്വമാണ്. അല്ല, സ്റ്റാറ്റസ് കോ നിലനിർത്തണ്ടേ? ശ്രീ യൂനുസ് കുഞ്ഞ്, നേരത്തെ UDF-ന്റെ ഭാഗങ്ങളായി വർഷങ്ങളായി തുടർന്ന് വന്നിരുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയെ അവഗണിച്ചുകൊണ്ട് പുതിയതായി പ്രവേശിച്ചവർക്ക് കൊടുക്കണം, അതിന്റെ പേരിൽ ലീഗ് സഫർ ചെയ്യണം, ലീഗ് മാത്രം സഫർ ചെയ്യണം എന്ന നിലപാട് കോൺഗ്രസ് മുമ്പോട്ട് വെക്കുമ്പോൾ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിക്ക് ഒരു പരിഭവമില്ലെന്നാണോ? അല്ല, ജില്ലാ കമ്മിറ്റിയുടെ പരിഭവം ഞങ്ങൾ നേതാക്കന്മാരെ അറിയിച്ചിട്ടുണ്ട്. അതെന്താ? DCC പ്രസിഡന്റിനോട് പറയേണ്ട കാര്യമില്ല. DCC പ്രസിഡന്റ് പറഞ്ഞിട്ടെന്തോ പറയാനാ? അയാൾ സത്യം വിചാരിച്ചാൽ തരാനും കഴിയില്ല, തള്ളാനും കഴിയില്ല. അങ്ങനെയുള്ള DCC പ്രസിഡന്റിനോട് ഞങ്ങൾക്ക് എന്തോ പറയാനാ സാറേ? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അടക്കം RSPയുടെ തോൽവി കണ്ടതാണ്. എന്നിട്ടും RSPക്ക് വേണ്ടി ഇങ്ങനെ DCC പ്രസിഡന്റ് നിൽക്കുന്നത് ലീഗിനോടുള്ള പ്രത്യേക വിരോധം കൊണ്ടാണോ? അല്ല, ഈ RSP എന്ന് പറയുന്ന ഒരു സാധനം എവിടെ ഉണ്ടെന്നുള്ളതൊന്ന് വ്യക്തമാക്കി കാണിച്ചാൽ കൊള്ളാം. ഇതിന് അസീസ് MLA പറഞ്ഞെന്ന് പറയുന്നു, കൊല്ലത്ത് എറിയവരത്ത് ലീഗേ ഇല്ലാന്ന്. അദ്ദേഹം പങ്കെടുത്ത കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ജാഥയിൽ ആയിരക്കണക്കിന് മുസ്ലിം ലീഗുകാരാണ് എറിയവരത്ത് പങ്കെടുത്ത. അക്ഷരം അതെല്ലാം കണ്ട് 2 ആഴ്ച കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ അദ്ദേഹത്തിന് എന്തോ മറുപടി പറയാനാ? ഞങ്ങൾ അങ്ങനെയുള്ളവർക്ക് മറുപടി പറയാൻ ഞാൻ അശക്തനാണ്. പക്ഷെ ഒരു കാര്യം കൂടി, അതായത് PKK ബാവ അടക്കമുള്ള പ്രമുഖരൊക്കെ മത്സരിച്ച മണ്ഡലം കൂടിയാണ് ഇരവിപുരം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മണ്ഡലത്തെ ഇങ്ങനെ മുസ്ലിം ലീഗ് ഉറച്ച് UDF-നോട് നിന്ന മുസ്ലിം ലീഗിനെ അവഗണിക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് DCC പ്രസിഡന്റിന്റെ ഭാഗത്തുണ്ടാകുന്നെങ്കിൽ മുസ്ലിം ലീഗിനോട് പ്രത്യേകിച്ചൊരു വിരോധം അവിടെ സൂക്ഷിക്കുന്നുണ്ടോ DCC നേതൃത്വം? അങ്ങനെ കരുതുന്നുണ്ടോ? DCC പ്രസിഡന്റ് പറയുന്നതിനോട് ഞങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. DCC പ്രസിഡന്റ് പറഞ്ഞത് അവരുടെ പാർട്ടിക്കാരെന്ന് പറയട്ടെ. UDF-ന്റെ നേതാക്കന്മാർ സ്റ്റേറ്റ് തീരുമാനിക്കും. KPCC പ്രസിഡന്റ്, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ, ഞങ്ങളെ പാണക്കാട് തങ്ങളുണ്ട്, ഞങ്ങളുടെ ലീഡർ കുഞ്ഞാലിക്കുട്ടി സാഹിബുണ്ട്, മജീദ് സാഹിബുണ്ട്. അതെ, അവരെ അറിയിക്കുമെന്ന് നേരത്തെ പറയുകയും ചെയ്തു. പക്ഷേ ജില്ലാ കമ്മിറ്റിയുടേതായ ഒരു അഭിപ്രായമില്ല. അതായത് ശ്രീ യൂനുസ് കുഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. ശ്രീ യൂനുസ് കുഞ്ഞ്, അങ്ങനെയെങ്കിൽ അവസാനമായി ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലൊരു നിലപാടാണ് DCC-യുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെങ്കിൽ ശ്രീ യൂനുസ് കുഞ്ഞ് കേൾക്കാം. ശ്രീ യൂനുസ് കുഞ്ഞ്, അതായത് DCC പ്രസിഡന്റിന്റെ വാക്കുകളെ നിങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല ലീഗ്? DCC പ്രസിഡന്റ് വാക്കുകൾ ഞങ്ങൾ വിലക്കെടുക്കുന്നതേ ഇല്ല, എടുക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പോട്ടുള്ള പരിപാടികൾ നിങ്ങളുടെ ആഗ്രഹത്തിന് വിരുദ്ധമാണ്. പരിപാടിയായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. തീർച്ചയായും ഞങ്ങൾ സ്റ്റേറ്റ് നേതൃത്വത്തെ വിവരങ്ങളൊക്കെ പറയും. സ്റ്റേറ്റ് നേതൃത്വം പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കും. അത്ര തന്നെ. തീർച്ചയായും വളരെ വ്യക്തമാണ്. ശ്രീ യൂനുസ് കുഞ്ഞ്, മുൻ MLA കൂടിയായ ലീഗ് നേതാവ് യൂനുസ് കുഞ്ഞാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. മുസ്ലിം ലീഗിനെ അവഗണിക്കുന്ന നിലപാടുകളുമായി ബന്ധപ്പെട്ട വിയോജിപ്പുകൾ സംസ്ഥാന നേതൃത്വത്തെ, ലീഗിൻ്റെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും ഇതിനകത്ത് DCC പ്രസിഡന്റിൻ്റെ വാക്കുകളെ മുഖവിലക്കെടുക്കുന്നില്ല എന്നുമാണ് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം. ഒരുപക്ഷെ RSP എവിടെയുമില്ലാത്ത അപ്രസക്തമായ പാർട്ടിയാണ് കൊല്ലത്ത് പ്രത്യേകിച്ചും എന്നും യൂനുസ് കുഞ്ഞ്, മുൻ MLA ലീഗ് നേതാവ് പറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ കൂടിയാണ്, വാർത്തയുടെ വിശദാംശങ്ങൾ കൂടിയാണ് ഞങ്ങളുടെ പ്രതിനിധി രാജ്കുമാർ നൽകിയത്. വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റിനായി മുസ്ലിം ലീഗും പിടിമുറുക്കുന്നു. തെക്കൻ കേരളത്തിൽ 2 സീറ്റ് വേണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. RSPക്ക് വേണ്ടി ഇരവിപുരം വിട്ടുകൊടുക്കാനാകില്ല എന്നാണ് ലീഗ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. 1980 മുതൽ തെക്കൻ കേരളത്തിൽ ലീഗ് മത്സരിക്കുന്ന ഇരവിപുരം സീറ്റ് ലീഗിനെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണെന്നാണ് കൊല്ലത്ത് ചേർന്ന ലീഗ് മണ്ഡലം ഭാരവാഹികളുടെ യോഗത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഒരു നീക്കുപോക്കിനും നേതൃത്വം വഴങ്ങരുതെന്ന് ഭാരവാഹികൾ നേതാക്കന്മാർക്ക് മുന്നറിയിപ്പ് നൽകി. മണ്ഡലം കൊല്ലം ജില്ലയിൽ ഇരവിപുരം നിയോജക മണ്ഡലമാണ് 80 മുതൽ ഞങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. ജയിച്ചവർക്ക് സീറ്റ് കൊടുക്കണമെന്ന് കൂടി തീരുമാനിച്ചാൽ ഞങ്ങൾ കൊല്ലം ജില്ലയിൽ മറ്റൊരിടത്ത് നിരോധിക്കും. മുമ്പ് ലീഗിന് 2 സീറ്റുണ്ടായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിന്റെ UDF-ന്റെ ഭാഗത്ത് 3-4 സീറ്റ് ഒഴിവുണ്ട്.
അതുകൊണ്ട് ലീഗിന് 2 സീറ്റ് കിട്ടണം കൊല്ലം ജില്ലയിൽ. ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം കൊടുക്കണം എന്ന് തന്നെയാണ് ജില്ലാ വർക്കിംഗ് കമ്മിറ്റി ഇരവിപുരം നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് എന്നുള്ളത് വ്യക്തമായി ഞാൻ പറഞ്ഞത്. 982 മണ്ഡലത്തിൽ നമ്മൾ മത്സരിച്ചത് ചടയമംഗലം ഇരവിപുരം. പക്ഷേ ആ ചടയമംഗലത്തിൽ നമ്മൾ 80 കഴിഞ്ഞിട്ട് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് 2 സീറ്റിലാണ് നമ്മൾ മത്സരിച്ചത്. വെസ്റ്റിലും മത്സരിച്ച് കടുത്തിട്ടു. ഈ 2 മണ്ഡലം ഒന്ന് മാറിക്കൊടുത്തപ്പോൾ ആ 2 മണ്ഡലം പോയതുപോലെ ഇനി കൊല്ലത്ത് അങ്ങനെ ഒരു മണ്ഡലം പോകാൻ പാടില്ല. മാത്രമല്ല തെക്കൻ കേരളത്തിൽ 2 സീറ്റ് വേണമെന്ന ആവശ്യവും ലീഗ് ഉന്നയിക്കും. അതേസമയം ഇരവിപുരത്ത് RSP മത്സരിക്കാൻ തീരുമാനിച്ചു. സംസ്ഥാന സെക്രട്ടറി A. ആസിസ് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ജയസാധ്യതയില്ലാത്ത ഏതെങ്കിലും മണ്ഡലം നൽകി ലീഗിനെ ഒതുക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. RSP UDF-ൽ എത്തിയതോടെ കൊല്ലത്ത് ലീഗിനെതിരെ കോൺഗ്രസ് നേതൃത്വം പരസ്യമായി രംഗത്ത് വന്നിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗിനെ കാലുവാരിയതും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളെ ദുർബലപ്പെടുത്താനാണെന്നും ലീഗ് നേതൃത്വം തിരിച്ചറിയുന്നു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇരവിപുരം സീറ്റ് വിട്ടു നൽകുന്ന കാര്യം UDF-ൽ ചർച്ച ചെയ്യുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. സീറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യം UDF ആണ് ചർച്ച ചെയ്യേണ്ടതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഒരു സ്വന്തം അഭിപ്രായം എടുത്ത് പുറത്ത് പറയുന്നത് ശരിയല്ലല്ലോ. UDF-ൽ അതിൻ്റെ ഗുഡ് സ്പിരിറ്റിൽ ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യും. ഞങ്ങൾ അനാവശ്യമായി തർക്കങ്ങളും ബഹളങ്ങളും ഒന്നും ഉണ്ടാക്കുന്ന പാർട്ടി അല്ലല്ലോ, അറിയാലോ. അപ്പോൾ അതുകൊണ്ട് വളരെ ആരോഗ്യകരമായ ചർച്ചയിലൂടെ ഈ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യും. ഞങ്ങൾ UDF-ൽ വളരെ ആരോഗ്യമായ ചർച്ച നടത്തി തീർക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ലീഗിനുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയില്ലാത്ത സീറ്റുകൾ നൽകുന്ന പതിവ് പരിപാടി പറ്റില്ലെന്ന് ജനതാദൾ U. പുറത്തുപോയ കക്ഷികളുടെ സീറ്റുകൾ ആനുപാതികമായി വീതിക്കണം. പതിവായി തോൽക്കുന്ന സീറ്റുകൾ വെച്ചുമാറണമെന്ന് ബുധനാഴ്ച ചേരുന്ന UDF യോഗത്തിൽ ആവശ്യപ്പെടുമെന്നും വർഗീസ് ജോർജ് പീപ്പിൾ TVയോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങൾ നൽകുന്ന പതിവ് പരിപാടി അംഗീകരിക്കില്ലെന്ന നിലപാട് JDU UDF നേതൃത്വത്തെ അറിയിക്കും. പതിവായി തോൽക്കുന്ന മട്ടന്നൂർ, ഏലത്തൂർ, നേമം തുടങ്ങിയ മണ്ഡലങ്ങൾ വേണ്ട. ഇതിനു പകരം കൊച്ചിയിലോ ആലപ്പുഴയിലോ സീറ്റുകൾ നൽകണമെന്ന് വർഗീസ് ജോർജ് ആവശ്യപ്പെട്ടു. എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് കിട്ടിയ 6 സീറ്റുകളിൽ 3 സീറ്റുകൾ തീരെ ജയസാധ്യതയില്ലാത്ത സീറ്റുകളായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ മുന്നണിയിൽ താമസിച്ചു എന്നതുകൊണ്ട് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ആദ്യം ജയിക്കുന്ന സീറ്റുകളിൽ ചിലതാണ് ഞങ്ങൾക്ക് തന്നത്. 70-80 സീറ്റ് മത്സരിക്കുന്ന ഒരു വലിയ പാർട്ടി തോക്കുന്ന 7-8 സീറ്റ് മത്സരിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ 6 സീറ്റ് മത്സരിച്ചൊരു പാർട്ടി നേരെ പകുതി സീറ്റുകളിൽ വിജയസാധ്യതയില്ലാത്ത സീറ്റുകളിൽ മത്സരിക്കുന്ന ബുദ്ധിമുട്ടാണ്. തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ വേണം. മുന്നണി വിട്ടുപോയ ഘടകകക്ഷികളുടെ സീറ്റുകൾ ആനുപാതികമായി വീതിക്കണം. കുറച്ച് സീറ്റുകൾ ഇപ്പോൾ UDF-ൽ പുതുതായിട്ട് വന്ന് ചേർന്നിട്ടുണ്ട്. ചില ഘടകകക്ഷികൾ UDF വിട്ടുപോയതുകൊണ്ട് ആ സീറ്റുകൾ ആനുപാതികമായി ഞങ്ങളുടെ പാർട്ടി കൂടി വീതിച്ചു തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നുണ്ട്. നിയമത്തിനു പകരം തിരുവനന്തപുരത്ത് മറ്റൊരു മണ്ഡലം നൽകണമെന്നും JDU ആവശ്യപ്പെട്ടു. ബുധനാഴ്ച ചേരുന്ന UDF യോഗത്തിൽ JDU നിലപാടറിയിക്കും. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന് പിന്നീട് അറിയിക്കാമെന്ന് VS അച്യുതാനന്ദൻ. മത്സരരംഗത്തുണ്ടാകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനോട് പ്രതികരിക്കുകയായിരുന്നു അച്യുതാനന്ദൻ. തെരഞ്ഞെടുപ്പിൽ താങ്കളുടെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചാണ് ചൊവ്വാഴ്ച നടക്കാൻ പോണ അതെല്ലാം പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതാണ്. വാർത്തകളിലേക്ക്. സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് കർദിനാൾ മാർ ക്ലിമിസ് കതോലിക്ക ബാവ. സംവരണത്തിൽ വാഗ്ദാനം നൽകി ഉമ്മൻചാണ്ടി വഞ്ചിച്ചു. കോർപ്പറേറ്റുകൾക്ക് മുന്നിൽ UDF മുട്ടുമടക്കി. നീതി നിഷേധിക്കപ്പെടുന്നവന്റെ പക്കൽ ഇപ്പോഴും വോട്ടവകാശമുണ്ടെന്ന കാര്യം മുഖ്യമന്ത്രി ഓർക്കണമെന്നും ക്ലിമിസ് ബാവ പറഞ്ഞു. നെടുമങ്ങാട് വൈദിക ജില്ലാ സഭാസംഗമത്തിൽ സംസാരിക്കുകയാണ് മലങ്കര സഭാധ്യക്ഷൻ കർദിനാൾ മാർ ബസേലിയസ് ക്ലിമീസ് കാതോലിക്ക ബാവ ക്രിസ്ത്യൻ നാടാർ സംവരണ വിഷയത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും സർക്കാരിനുമെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയത്. UDF പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത നാടാർ സമുദായ സംവരണം നടപ്പാക്കാതെ സർക്കാർ കടുത്ത വാഗ്ദാന ലംഘനമാണ് നടത്തുന്നതെന്നും മുഖ്യമന്ത്രി നാടാർ സമുദായത്തിലെ സംവരണമില്ലാത്തവരെ വഞ്ചിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടുന്നത്, പ്രിയപ്പെട്ട ഭരണാധികാരികളെ, നിങ്ങൾ എന്തിന്റെ കാരണം പറഞ്ഞാണ് ഈ സംവരണം ഈ പാവപ്പെട്ട ജനതയ്ക്ക് നിഷേധിക്കുന്നത്? അതെന്നെ ബോധ്യപ്പെടുത്തണം. ഈ സർക്കാർ 5 വർഷമായി തുടർച്ചയായി നൽകി വന്നിരുന്ന വാഗ്ദാനം അവസാനത്തെ 5 ദിവസത്തിന് മുൻപ് എന്തുകൊണ്ട് നിഷേധിച്ചു എന്നറിയാൻ നീതി നിഷേധിക്കപ്പെട്ട നാടാർ സമുദായത്തിലെ മക്കൾക്ക് അവകാശമുണ്ട്. അത് നിങ്ങൾ ബോധ്യപ്പെടുത്തിയേ മതിയാവൂ. കോർപ്പറേറ്റുകളുടെയും സംഘടിത ശക്തികളുടെയും മുന്നിൽ എല്ലാം മറക്കുന്ന ഉമ്മൻചാണ്ടി പാവങ്ങളുടെ കണ്ണുനീരിന് വിലയുണ്ടെന്ന് മറക്കരുതെന്നും കാതോലിക്ക ബാവ ആഞ്ഞടിച്ചു. ഈ സംവരണമില്ലാത്തവരുടെ വോട്ട് കൂടി നേടി
MLA സ്ഥാനത്തിരിക്കുന്ന നമ്മുടെ ജില്ലയിലെ MLA-മാര് കൂടി ശ്രദ്ധിക്കുന്നത് കൊള്ളാം. ഇവരുടെ കയ്യിൽ ഇപ്പോഴും വോട്ടവകാശമുണ്ട്. സംവരണത്തിനായി ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ നടപടിയുണ്ടാവണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ട അദ്ദേഹം ഇല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെട്ടവർ സർക്കാരിനെതിരെ ഒറ്റക്കെട്ടായി എതിർക്കുമെന്നും ഓർമ്മിപ്പിച്ചു. നീതി കിട്ടിയില്ലെങ്കിൽ വോട്ടിന്റെ വില യഥാസമയം കാണിച്ചു കൊടുക്കണമെന്ന സഭാവിശ്വാസികളെ ആഹ്വാനം ചെയ്താണ് കാതോലിക്ക ബാവ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മദ്യത്തെ അനുകൂലിക്കുന്നവർക്ക് വോട്ടില്ലെന്ന് ആർച്ച് ബിഷപ്പ് സുസൈപാക്യം. തെരഞ്ഞെടുപ്പിന് മുൻപ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മദ്യനയം വ്യക്തമാക്കണമെന്നും സുസൈപാക്യം പറഞ്ഞു. ബംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റ സംഭവം ഞെട്ടലുളവാക്കുന്നതെന്ന പിണറായി വിജയൻ. കർണാടകവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ വേണ്ടത് ചെയ്യണമെന്നും പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടു. ഇന്നലെയാണ് ബീഫ് കഴിച്ച ശേഷം ക്ഷേത്രത്തിന് സമീപം സമയം ചെലവഴിച്ച് എന്നാരോപിച്ച് 3 മലയാളി വിദ്യാർത്ഥികളെ ബംഗളൂരുവിൽ ഒരു സംഘം ആളുകൾ മർദ്ദിച്ചത്.